അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവനും ആറ്റക്കോയാത്തങ്ങളും നൂറെ ഹബീബയുമാണ്. അൽഹംദുലില്ലാ, അതാണ് നൂറെ ഹബീബിൻ്റെ കറാമത്ത്. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. എത്ര കാലം കൊണ്ടാണ് പല ആൾക്കാരും ആറ്റക്കോയാത്തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു. നൂറെ ഹബീബെ ഒന്ന് അടച്ചു പൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴെല്ലാം അവർ പരാജയപ്പെട്ടിട്ടാണ് ഉള്ളത്. അങ്ങനെ പല ആൾക്കാരും ആ പണിയൊക്കെ നിർത്തി വാലും ചുരുട്ടി ഓടി. ഇപ്പോൾ ആ പണി ചില ആൾക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരുടെ അവസ്ഥയും ഇതിനേക്കാൾ ദയനീയമായിരിക്കും. നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴൊക്കെയും അൽഹംദുലില്ലാ നൂറെ ഹബീബയും ആറ്റക്കോയാത്തങ്ങളും ഒരു പടി ഉയർന്നാണ് വരുന്നത്. അതുകൊണ്ട് നല്ല ബുദ്ധിയാൽ നിങ്ങളൊന്ന് ശ്രമിക്കുക, ചിന്തിക്കുക, നന്നാകാൻ. നിങ്ങളാരും മോശമാകണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല. എല്ലാവരും നന്നാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനല്ലേ ആറ്റക്കോയാത്തങ്ങളും പറയുന്നത്? എങ്ങനല്ലേ? എല്ലാവർക്കും, ആ പറയുന്നവർക്കും എതിര് ചെയ്യുന്നവർക്കും ഒക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അതാണൊരു വാക്ക്. ആരോടും ഒരു വിദ്വേഷവും ഇല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മരുന്ന് പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ ഇതിനകത്തൊക്കെ പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ എങ്ങനെ അതിനൊരു പ്രതിവിധി എന്ന് ആലോചിക്കുന്ന പലരും കാണും. ഇങ്ങനെയൊക്കെ തങ്ങളെ പറഞ്ഞു പോയി, നൂറെ ഹബീബെ പറഞ്ഞു പോയി, ഇനിയിപ്പോൾ ഇതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ, നൂറെ ഹബീബെ ഇനി നടക്കുന്ന അടുത്ത പരിപാടി എവിടെയാണോ അവിടെ നിങ്ങൾ പോയി പങ്കെടുക്കുക. ആത്മാർത്ഥമായി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്താവും. അതല്ലെങ്കിൽ നൂറെ ഹബീബിൻ്റെ ഓൺലൈൻ മജ്ലിസ് വാച്ച് ചെയ്യുക. എന്നിട്ട് അതിനകത്തൊരു നല്ലൊരു കമൻ്റൊക്കെ ഒന്ന് അയക്കുക. എന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. നിങ്ങളൊരു നല്ല രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല പോലെ മനസ്സിരുത്തുക ഇൻഷാ അല്ലാഹു തആല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.